കിടന്നോ. ഞാനോ? ഞാൻ അപ്പുറത്ത് കിടന്നോളാം തുമ്പി മോളെ. ശരിയാ, ഇവിടെ ഞങ്ങളുടെ കൂടെ കിടന്ന മുത്തശ്ശി. നമുക്ക് എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞു കിടക്കാം. വർത്താനമൊക്കെ പറഞ്ഞു കിടക്കാനോ? ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞു കിടക്കുമോ? ഇപ്പൊ എല്ലാരും മൊബൈൽ നോക്കിയല്ലേ ഉറങ്ങാറ്. എന്നിട്ട് നേരം വെളുത്താൽ ഉച്ച വരെ കിടന്നുറങ്ങും. ശരിയാ മുത്തശ്ശി, രാത്രി 2 മണി 3 മണി വരെ ഫോൺ കണ്ടാൽ പിന്നെ രാവിലെയല്ലേ കിടന്നുറങ്ങുക. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയാ മുത്തശ്ശി ഒന്ന് പറഞ്ഞതാ. അതോ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പകല് മുഴുവൻ ഓടി കളിച്ച് തകർത്ത് തമർത്ത് നടക്കും. പുറത്തേക്ക് പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? സന്ധ്യ ആയാൽ നല്ലോണം കുളിച്ച് വൃത്തിയായി വീടിന്റെ ഉള്ളിൽ കയറും. അതുവരെ പുറത്തായിരിക്കുമോ? അതുവരെ എല്ലാ കുട്ടികളും പുറത്തായിരിക്കും. നല്ല രസമായിരിക്കും അല്ലേ മുത്തശ്ശി? പിന്നെ ഭയങ്കര രസമായിരിക്കും. എന്നിട്ട് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് പഠിക്കാൻ കുത്തിരിക്കും. മണ്ണെണ്ണ വിളക്കെന്ന് വെച്ചാൽ തിരി കത്തിച്ചിട്ട്, അല്ലെങ്കിൽ മെഴുകുതിരി. ഞങ്ങളൊക്കെ ആ വെളിച്ചത്തിലാ പഠിച്ചത്. പഠിച്ചു കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ അമ്മ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാകും. അതും കഴിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? മുത്തശ്ശിയെയും കൂട്ടി കിടക്കാൻ വരും. കിടക്കാനല്ല, പിന്നെ എന്തിന്? അതോ, കഥ പറഞ്ഞു തരാൻ. എന്നിട്ട് എന്താക്കും? മുത്തശ്ശി നല്ല നല്ല കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിക്കും. എന്നിട്ട് അപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ ഉറക്കം വന്നു കാണും. അങ്ങനെ ഞങ്ങൾ എന്താക്കും? കിടന്നുറങ്ങും. അതിനെന്താ, ഇപ്പോഴും ഇവിടെ കുറെയൊക്കെ അങ്ങനെ തന്നെയാ. മുത്തശ്ശി പറഞ്ഞത് സത്യമാ. ശരിയാ മുത്തശ്ശി, തുമ്പിമോൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെയൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എങ്ങനെ കളിക്കാൻ പോവുക? അതിനൊന്നും നിങ്ങൾ സങ്കടപ്പെടണ്ട. അതെന്താ മുത്തശ്ശി? അതോ, ഞാൻ ആ പിങ്കി മോളോട് ഇങ്ങ് വരാൻ പറഞ്ഞു. അതോ, അത് ഇവിടെ പണ്ട് കാലത്ത് പണിക്ക് നിന്ന മാണിക്കത്തിന്റെ മോളുടെ മോള്. അവക്ക് ഈ നാടൊക്കെ പരിചയമാ. അവൾക്ക് ധാരാളം കൂട്ടുകാരുമുണ്ട്. അവള് രാവിലെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെയും കൂട്ടി ഈ നാടും ഇവിടുത്തെ പുഴകളും കാടും മനുഷ്യരെയും ഒക്കെ കാണിച്ചു തരും. നിങ്ങൾക്ക് ധാരാളം കളിക്കാം, ധാരാളം കൂട്ടുകാരി ഉണ്ടാക്കാം. നല്ല രസമായിരിക്കും. തുമ്പിമോളുടെ സന്തോഷമാണോ ഇത്? ശരി ശരി, എന്നാ 3 പേര് കിടന്നുറങ്ങിക്കോ, രാവിലെ തുടങ്ങണ്ടേ? എന്താ? എന്ത് കാര്യം? കിളിയമ്പായിയുടെ കഥയോ? അത് പിന്നെ അതെ മക്കളെ, കിളിയമ്പായ എന്ന് പറഞ്ഞതിൽ കുട്ടിച്ചാത്തനായിരുന്നു. അവര് ധാരാളം പേരെ കൊന്നിരുന്നെന്ന് പറഞ്ഞു. അതൊക്കെ സത്യമാണോ മുത്തശ്ശി? ജോ അങ്ങനെ പറഞ്ഞു. അത് ദുഷ്ടനായ കുട്ടിച്ചാത്തനാണോ? അതെ അതെ, അത് ദുഷ്ടനായ കുട്ടിച്ചാത്തനായിട്ടല്ല, അതിനൊരു യജമാനൻ ഉണ്ടാകും. അത് പിന്നെ ഈ തറവാടിന്റെ കിഴക്കേ ഭാഗത്തൊരു കൂടയുണ്ടായിരുന്നു. അതിനടുത്തായിട്ടൊരു കുളവും. ഇല്ല, ഇപ്പോ ഇല്ല. അതൊക്കെ പൊളിച്ചു കളഞ്ഞു. പണ്ടുകാലത്ത് ഈ തറവാട്ടിൽ കുറേ ദുർമരണങ്ങൾ ഉണ്ടായിരുന്നു. അതോ, ഈ തറവാട്ടിലെ വലിയ കോയ തമ്പുരാൻ പണ്ട് ഈ തറവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആവാഹിച്ചു വരുത്തിയതാ. അതല്ല മുത്തശ്ശി, ഈ തറവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി വരുത്തിയതല്ലേ, പിന്നെ എങ്ങനെ ആ ചാത്തൻ ഇങ്ങനെ ദുഷ്ടനായത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ എന്താ മുത്തശ്ശി? ആ ചാത്തനൊരു സ്വഭാവമുണ്ടായിരുന്നു. സ്വഭാവമോ? എന്ത് സ്വഭാവം? അത് പിന്നെ അതിന്റെ യജമാനൻ എങ്ങനെയുള്ള ആളാണോ അതുപോലെയായിരിക്കും ആ ചാത്തനും. മുത്തശ്ശി എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല.
അത് പിന്നെ ആ ചാത്തൻ ഈ തറവാട്ടിൽ വന്നത് വലിയ കോയ തമ്പുരാൻ ആവാഹിച്ചിട്ടല്ലേ? ആ, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ ആ ചാത്തൻ നല്ലതായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ആ ചാത്തൻ ഇവിടുത്തെ ഇളയ കോയ തമ്പുരാന്റെ കയ്യിൽ കിട്ടി. അദ്ദേഹം വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു. അത് വലിയ കോയ തമ്പുരാൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മുന്നേ ആ ചാത്തനെ ഒരു കുടത്തിലാക്കി വച്ചിരുന്നു. അബദ്ധവശാൽ ആ കുടം ഇളയ കോയ തമ്പുരാന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ആ കുടം തുറന്നപ്പോൾ ഇളയ കോയ തമ്പുരാനായി ആ ചാത്തന്റെ യജമാനൻ. അങ്ങനെയാണ് ദുഷ്ടനായത്. നല്ല മനുഷ്യരുടെ കയ്യിൽ കിട്ടിയാൽ നല്ല രീതിയിലും, ചീത്ത മനുഷ്യരുടെ കയ്യിൽ കിട്ടിയാൽ ചീത്ത രീതിയിലും, ഭ്രാന്തന്മാരുടെ കയ്യിൽ കിട്ടിയാൽ ഭ്രാന്തൻ രീതിയിലുമാണ് ആ ചാത്തൻ പെരുമാറുക. ഇതൊക്കെ സത്യമാണ് മുത്തശ്ശി? അതെ മക്കളെ, ഇതൊക്കെ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാ. അപ്പൊ ആ ചാത്തനെ പിന്നെ എന്താക്കി? ഇളയ കോയ തമ്പുരാൻ ആ ചാത്തനെ കൊണ്ട് ഈ നാട് മുടിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വേറൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആ ചാത്തനെ ആവാഹിച്ചൊരു കുപ്പിയിലാക്കി. എന്നിട്ട് ആ കുപ്പി ഇവിടെ ഉണ്ടായിരുന്ന ആ കുളത്തിൽ എറിഞ്ഞെന്നാ കേട്ടത്. കുളത്തിലെറിഞ്ഞു. കുളം മുഴുവൻ മണ്ണിട്ട് മൂടി. ഇങ്ങനെയൊക്കെയായി തറവാട്ടിലെ പണ്ടത്തെ ചരിത്രമെന്ന് ഞാനും കേട്ടു. നീ എവിടെയുള്ളത്? ഞാനിതാ വരുന്നു. ഉറങ്ങിക്കോ, മുത്തശ്ശനോട് വിളിക്കുന്നു. ഞാൻ ചെന്ന് നോക്കട്ടെ.